ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. 2026 ഏപ്രിൽ 12 മുതൽ 18 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, മീനം 29 മുതൽ മേടം 5 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും സഹോദരസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് ശനി, കുജൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി ആദിത്യനും സഞ്ചരിക്കുന്ന സമയമാണ്. 7 ശനിയും 3 വ്യാഴവും നടക്കുന്ന കാലമായതിനാൽ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കുകയില്ല. അമിതമായ കോപം ഒഴിവാക്കുക. ശയനസുഖം, സർക്കാർ ഗുണാനുഭവങ്ങൾ, കാര്യതടസ്സം എന്നിവ ഉണ്ടായേക്കാം. ധനനഷ്ടം ഉണ്ടാകാനിടയുണ്ട്. ശത്രുശല്യം വർദ്ധിക്കും. ദൈവാധീനം കുറയും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ബന്ധുജനങ്ങൾക്ക് ക്ലേശമുണ്ടാകാനിടയുണ്ട്. കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തതായി ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് ശുക്രനും ധനസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് ശനി, ബുധൻ, കുജൻ എന്നീ ഗ്രഹങ്ങളും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി ആദിത്യനും സഞ്ചരിക്കുന്ന സമയമാണ്. വസ്ത്രാഭരണാദികൾ ലഭിക്കാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലമാണ്. ധനലാഭത്തിന് സാധ്യത കാണുന്നു. അധികാരികളുടെ പ്രീതി ലഭിക്കാനിടയുണ്ട്. തൊഴിൽ പുരോഗതി, സ്വാതന്ത്ര്യക്കുറവ്, ബന്ധുസമാഗമം എന്നിവ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തതായി മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് ശുക്രൻ, ജന്മത്തിൽ വ്യാഴം, കർമ്മസ്ഥാനത്ത് ശനി, ബുധൻ, കുജൻ എന്നീ ഗ്രഹങ്ങളും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായി സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവഗുണം വർദ്ധിക്കും. രോഗത്തിന് ശമനമുണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുക. ഭയം, തൊഴിൽ പുരോഗതി, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. കലഹപ്രവണത ഒഴിവാക്കുക. ധൈര്യത്തോടെ പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കും. അലച്ചിലും മാനനഷ്ടവും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് ശുക്രൻ, വ്യയസ്ഥാനത്ത് വ്യാഴം, ഭാഗ്യസ്ഥാനത്ത് ശനി, ബുധൻ, കുജൻ എന്നീ ഗ്രഹങ്ങളും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. ധർമ്മപ്രവൃത്തികൾക്ക് തടസ്സം നേരിടും. ധനനഷ്ടവും അപമാനങ്ങളും ഉണ്ടാകാനിടയുണ്ട്. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. ഭാഗ്യതടസ്സം, സന്താന ദുഃഖം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ധനവ്യയവും ശരീരത്തിന് ബലക്കുറവും അനുഭവപ്പെടും. മൃഷ്ടാന്നലാഭം, ബന്ധനം, ദുഃഖം, അപകടഭീതി എന്നിവ ഉണ്ടായേക്കാം. അനുഭവഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ, ലാഭസ്ഥാനത്ത് വ്യാഴം, അഷ്ടമത്തിൽ ശനി, ബുധൻ, കുജൻ എന്നീ ഗ്രഹങ്ങളും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖം വർദ്ധിക്കാനിടയുണ്ട്. ശത്രുനാശം, സമ്മാനലാഭം, അഗ്നിഭയം, ബന്ധനം എന്നിവ പ്രതീക്ഷിക്കാം. കാര്യതടസ്സം, അപകടം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. സന്താന ഗുണമുണ്ടാകും. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകാനിടയുണ്ട്. ധർമ്മപ്രവൃത്തികൾ താൽപ്പര്യം വർദ്ധിക്കും. ധനപരമായ ബുദ്ധിമുട്ടുകൾ, ബന്ധുക്കളുമായി കലഹം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ധർമ്മശാസ്ത്ര പ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്തരം, മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ശുക്രൻ, കർമ്മസ്ഥാനത്ത് വ്യാഴം, കളത്രസ്ഥാനത്ത് ശനി, ബുധൻ, കുജൻ എന്നീ ഗ്രഹങ്ങളും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. കലഹപ്രവണത, സർക്കാർ സംബന്ധമായ ദോഷാനുഭവങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു.
സഞ്ചാര തടസ്സം, ശത്രുനാശം, സമ്മാന ലാഭം, അഗ്നിഭയം എന്നിവ ഉണ്ടാകാം. ജീവിത പങ്കാളിയുമായി കലഹത്തിന് സാധ്യത. സ്വജനവിരോധവും മനോദുഃഖവും ഉണ്ടാകും. സന്താന ഗുണം കുറയും. ഗൃഹോപകരണങ്ങൾ വാങ്ങാനിടവരും. എല്ലാ കാര്യത്തിലും മന്ദത അനുഭവപ്പെടും. സമയം അനുകൂലമല്ലാത്തതിനാൽ കന്നിക്കൂറുകാർ എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ശുക്രൻ, ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, ശത്രുസ്ഥാനത്ത് ശനി, ബുധൻ, കുജൻ എന്നീ ഗ്രഹങ്ങളും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗശാന്തിയും കാര്യവിജയവും ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം കുറയും. ആജ്ഞാശക്തിയും സാമർഥ്യവും ഉണ്ടാകും. കാര്യവിജയവും സ്ഥാനപ്രാപ്തിയും പ്രതീക്ഷിക്കാം. സ്വർണ്ണലാഭവും രോഗശമനവും ഉണ്ടാകാനിടയുണ്ട്. ഭയം, ദുഃഖം, ശത്രുനാശം, മൃഷ്ടാന്നലാഭം എന്നിവ പ്രതീക്ഷിക്കാം. ശാരീരിക അധ്വാനം വർദ്ധിക്കും. ഉദരരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശുക്രൻ, അഷ്ടമത്തിൽ വ്യാഴം, പുത്രസ്ഥാനത്ത് ശനി, ബുധൻ, കുജൻ എന്നീ ഗ്രഹങ്ങളും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി ആദിത്യനും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗശമനവും ആഗ്രഹസാഫല്യവും ഉണ്ടാവും. വസ്ത്രലാഭം, ഭയം, സഞ്ചാര തടസ്സം എന്നിവ പ്രതീക്ഷിക്കാം. ഉചിതമല്ലാത്ത ചിന്തകളും പുത്രദുഃഖവും മനസ്സിലെ അലട്ടും. ഉപാസനാദികൾക്ക് മുടക്കം നേരിടും. യാത്രാക്ലേശവും സ്വാതന്ത്ര്യക്കുറവും അനുഭവപ്പെടാനിടയുണ്ട്. സ്ത്രീകളുടെ ശത്രുത നേരിടേണ്ടതായി വന്നേക്കാം. കോപം നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തതായി ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ശുക്രൻ, കളത്രസ്ഥാനത്ത് വ്യാഴം, സുഖസ്ഥാനത്ത് ശനി, ബുധൻ, കുജൻ എന്നീ ഗ്രഹങ്ങളും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖവും കലഹപ്രവണതയും ഉണ്ടാകും. ബന്ധുഗുണവും ഗുരുജനപ്രാപ്തിയും പ്രതീക്ഷിക്കാം. കാര്യസിദ്ധി, ബുദ്ധിവർദ്ധനവ് എന്നിവ ഉണ്ടാകും. യാത്രാഗുണം പ്രതീക്ഷിക്കാം. ഉദരരോഗങ്ങളും ദുർജന സംസർഗവും ഉണ്ടാകും. മാനക്ഷയം, വസ്ത്രലാഭം, ഭയം, ദുഃഖം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. കിടപ്പ് രോഗികളുടെ സ്ഥിതി വഷളാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തതായി മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ശുക്രൻ, ശത്രുസ്ഥാനത്ത് വ്യാഴം, സഹോദരസ്ഥാനത്ത് ശനി, ബുധൻ, കുജൻ എന്നീ ഗ്രഹങ്ങളും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യതടസ്സവും മനോവിഷവും ഉണ്ടാകാനിടയുണ്ട്. ശയനസുഖം, ധനനഷ്ടം, വസ്ത്രലാഭം, ഭയം എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ശത്രുനാശവും ധനലാഭവും ഉണ്ടാകും. സഹോദരങ്ങളുമായി കലഹത്തിന് സാധ്യത കാണുന്നു. അനുഭവ ഗുണം കുറയും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. അഭീഷ്ടസിദ്ധി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശുക്രൻ, പുത്രസ്ഥാനത്ത് വ്യാഴം, ധനസ്ഥാനത്ത് ശനി, ബുധൻ, കുജൻ എന്നീ ഗ്രഹങ്ങളും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. ശക്തിക്കുറവും കണ്ണിന് രോഗങ്ങളും ഉണ്ടാകാനിടയുണ്ട്. ദാമ്പത്യ സൗഖ്യവും വസ്ത്രാഭരണ ലാഭവും പ്രതീക്ഷിക്കാം. സജ്ജന സംസർഗവും സർക്കാർ ആനുകൂല്യങ്ങളും ഉണ്ടാകാനിടയുണ്ട്. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. തസ്കര ഭയം ഉണ്ടാകാൻ ഇടയുണ്ട്. ഭയം, സഞ്ചാര തടസ്സം, മൃഷ്ടാന്നലാഭം, കർമ്മതടസ്സം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. അലങ്കാര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശുക്രൻ, സുഖസ്ഥാനത്ത് വ്യാഴം, ജന്മസ്ഥാനത്ത് ശനി, ബുധൻ, കുജൻ എന്നീ ഗ്രഹങ്ങളും ജന്മത്തിലും ധനസ്ഥാനത്തുമായി സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസം വർദ്ധിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ശയനസുഖം, മാനക്ഷയം, ബന്ധുസമാഗമം, കാര്യതടസ്സം എന്നിവ പ്രതീക്ഷിക്കാം. ഉഷ്ണരോഗങ്ങളും ശത്രുശല്യവും വർദ്ധിക്കാനിടയുണ്ട്. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. അനുഭവ ഗുണം കുറയും. സാമ്പത്തിക നില മെച്ചപ്പെടാം. രോഗവും സ്വജന വേർപാടും ഉണ്ടാകാനിടയുണ്ട്.
ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക.